അൽഹംദുലില്ലാ. പണ്ടതായി സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് ഞാൻ. ഹോട്ടലിൽ ബിസിനസ് തുടങ്ങിയ കാലത്ത് പലിശയ്ക്ക് പണം തേടിയിട്ടേ അന്നിങ്ങനെ വാങ്ങിച്ച് ഇവിടുത്തെ ഈ കട്ട് ത്രോട്ട്സിന്റെ പിടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഒരിക്കലും ഇതുപോലെ കൂടെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അച്ഛൻ. വലൈക്കും. अरे भगवान, ये कौन? आइए ना रवि साहब. എത്ര കാലമായി ഭായ് കണ്ടിട്ട്. आओ ना यूसुफ. अरे ये चौकरी कौन है रवि साहब? आइए बेटे, जरा हाथ पकड़ना मेरा. पकड़ो ना. Come on, उठ जा. अच्छा. അതെ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടി തെറ്റിയാൽ മാറുവാടിയും വീഴുന്നു. സംസാ क्या? आप ठीक है ना? हाँ हाँ बिल्कुल ठीक है. പണ്ട് പലിശക്കടം എഴുതിത്തള്ളാൻ പകരം ഭാര്യയെ ഒരു രാത്രി കൂട്ടിന് വിടാമെന്ന് നിർദോഷമായെന്ന് ചോദിച്ചു പോയതിനെ ചെകിടടച്ചൊരൊറ്റ പൊത്തുപൊത്തിയതാ ഒരു പട്ടാണി. ടാപ്പ് ഒറ്റയടിക്ക് 2 ചെവിയുടെയും 2 പീസായി പോയി ചേട്ടന്റെ. ഹലോ രവിജി, നല്ല പറ്റിയ ടീമാ. അയ്യോടി, വന്ന കാലത്തന്നെ നിൽക്കുവാണോ? ഇരുന്നോട്ടെ. യൂസഫ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നുണ്ടെന്ന്. ഇരി ഇരി കൊച്ചേ. കേട്ടോ കൊച്ചേ, ഇപ്പൊ കേറിയങ്ങ് ഭയങ്കര കോടീശ്വരനായി പോയാലുണ്ടല്ലോ, ഈ കൈയുടെ മൂടി വിടുന്ന. എന്റെ ഒരു വായ്പയും വാങ്ങിച്ചോണ്ടാ ചരക്കെടുക്കാനായിട്ട് ഫസ്റ്റിലത്തെ പോക്ക് ഇറാനിലോട്ട്. എന്നാ സാറേ, ശരിയല്ലയോ ഞാനീ പറയുന്നേ? രവി സാറിന് എന്നതാ ഒഴിക്കണ്ടേ? ലാർജ്? അമ്മൂസ് എന്നല്ലയോ പേര്? രണ്ടായാലും ഒത്തതാ മോളെ. അമ്മൂസിനൊന്ന് ഒഴിക്കട്ടെ ലൈറ്റ് ആയിട്ട്, ഒരു ശകേലം. ഓക്കേ. കേട്ടോ ലാലാജി, ഭയങ്കര മുറ്റ് ഡാൻസിന്റെ ടീമായി കൊച്ച്. നമുക്കിതിനെ ഒന്നങ്ങ് പൊക്കിയാലോ? ഹേയ് അല്ല, അടുത്ത ആഴ്ച അജ്മാലിൽ നമ്മുടെ വക ഒരു പാർട്ടി വെക്കുന്നുണ്ടേ. ബെല്ലി ഡാൻസ്, ആഫ്രിക്കൻ ഡാൻസ്. കൂട്ടത്തിൽ അമ്മൂസും കൂടെ ചുമ്മാ കയറി ഒന്ന് അരച്ച് കലക്കട്ടെ രവി സാറേ. കുച്ചുപ്പുടീസോ റിക്കാർഡ് ഡാൻസോ എന്ത് തന്നെ ആയാലും നല്ല എറിപ്പായിരിക്കും. അല്ലയോ ലാലാജി? രാജൻ, ഓണം തിരക്കുണ്ട്. നില്ലെന്നേ, ഒറ്റ മിനിറ്റ്. മോളെ, രാജൻ ജേക്കബ് മറ്റത്തിൽ MCom, മറ്റത്തിൽ രായച്ചായ എന്ന് പറയും. മോക്ക് ഈ ദുബായിൽ എന്നാ കോപ്പ് വേണേലും ശരി, ചുമ്മാ ഇച്ചാന്റെ സെൽ നമ്പർ ഒന്ന് കറക്കിച്ചാ മതി. പെർഫ്യൂംസ് വേണോ? സെൽഫോൺസ് വേണോ? ഗോൾഡ് സൂക്കി പോണോ? രാജൻ, പേപ്പേഴ്സ് കൊണ്ടുവാ. കേറി സെൽഫിഷ് ആവില്ലേ സാറേ, ഞാനൊന്ന് എടുത്തോട്ടെ. കീപ് മൈ കാർഡ്. ഓക്കെ. വേണ്ട മോളെ, ദേ ഇതാണ് മോളുടെ അച്ഛൻ ഒപ്പിട്ട ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്. ഇതൊപ്പ്, ഇത് എമൗണ്ട് 5 lakhs dirhams. കേട്ടോ മോളെ, ബിസിനസ് ഇപ്പൊ ഭയങ്കര വലിച്ചിലായതുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ കേസിനും വഴക്കിലൊന്നും നിൽക്കാതെ മോളുടെ യഥം പോലെ ഉള്ളതായിട്ട് നന്ദിച്ചാൽ മതി എന്ന് പറഞ്ഞേനെ ഈ രാജായ. So this check is for 5 lakhs, right? അതെന്നാ ചോദ്യമാ രവി സാറേ? ദേ മുന്നിലെടുത്ത് തുറന്നു വെച്ചേക്കുമല്ലയോ, കാണാൻ മേലായോ? അപ്പോ എങ്ങനെയാ നമ്മുടെ പേയ്മെന്റ്? ചെക്കോ ക്യാഷോ, അതോ മോള് നേരിട്ട്? രാജൻ, ഒരു 4,50,000 പല തവണകളായിട്ട് തിരിച്ചടച്ചു എന്നുള്ള റെസീറ്റും ഡീറ്റെയിൽസും ഉണ്ട് സ്വാമിനാഥൻ സാറിന്റെ അക്കൗണ്ട്സിൽ. യെസ്. പിന്നെ എങ്ങനെ വെറും 50,000 5 ലക്ഷം കൂടെ എന്റെ കണക്കിൽ? ചിലപ്പോ ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ രവി സാറേ, 50,000 5 ലക്ഷം ആയിരിക്കും. കേട്ടോ ലാലാജി? ഇല്ലെങ്കിൽ ഇയാൾ ചത്തുപോയ മാന്തി എടുത്ത് കോടതി കൊണ്ടുവന്ന് കൂട്ടുകേറ്റിയെടുത്ത് പറയിക്കട്ടെ എത്ര തന്നു എത്ര തന്നില്ലാന്ന്. എന്നാ അതെ, ദേ എവിടെ തന്റെ ഒപ്പിട്ട ചെക്കാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആരാന്ന് വെച്ചാ മര്യാദയ്ക്കുള്ള കാശെടുത്ത് മേശപ്പുറത്തോട്ട് ഇട്ടില്ലായെങ്കിലുണ്ടല്ലോ വിവരം അറിയും. കൊച്ചകത്ത് കിടക്കും, ഉണ്ടയും വെള്ളം തിന്നും. എന്നെ അത് കാണണോ രവി സാറിന്? യൂസഫ്, ഇതെന്റെ ചെക്കാണ് 50,000. ടേക്ക് ദിസ് ആൻഡ് ഗിവ് ദ ഒറിജിനൽ. ഓക്കെ, 50,000 ചെക്ക്. പിന്നെ ബാക്കിയോ? ബാക്കി ഞാനൊരു കത്ത് തരും, പോയി കളക്ട് ചെയ്താൽ മതി. കത്തോ? ഒരുമാതിരി ആളെ കത്ത്. നിന്റെ അപ്പൻ കന്നൊഴുകാരൻ ചാക്കോയുടെ പേർക്ക്. എന്താ വേണോ നിനക്ക്? നായേ, എടുക്കണ ചെക്ക്. അന്നെങ്കിൽ പോകരുത്, ചുട്ടുകളയുന്നുണ്ട് ഞാൻ.
കാശില്ലെങ്കിൽ വേണ്ടടാ. ദാ ഇവളോട് പറഞ്ഞീ ഇപ്പൊ നിന്റെ കൂടെ പൊറുക്കുന്നത് പോലെ നാളെ ഞങ്ങളുടെ കൂടെ വന്ന് മാറി മാറി പൊറുക്കാൻ പറയണ ഇവളോട്. മൊത്തത്തിലങ്ങ് എഴുതി തള്ളിത്തരാൻ ഞാൻ സകല കടവും. അടുക്കരുത് അടുക്കരുത് रवि जी मत मार നായിന്റെ മോനെ, ഈ നിൽക്കുന്ന കിഴട്ട് മാർവാടിക്ക് പ്രായം തികയാത്ത സ്വന്തം പെങ്ങന്മാരുടെയും പെമ്പർനോത്തിന്റെയും പാവാട ചരടച്ചു കൊടുത്തിട്ട് 4 ചക്രം ഉണ്ടായപ്പോ നിനക്ക് ഏത് പെണ്ണിന്റെയും മുഖത്ത് നോക്കി വില പറയണം, ഏത് പെണ്ണിനെയും കൂടെ പൊറപ്പിക്കണം. भगवान इसको छोड़ दो, इसको माफ कर दो. മാറി നിൽക്കണോ, പറയാ ചക്രം തരാൻ. देगा देगा अभी देगा. देखो मैं अभी चेक देता हूं तुम्हारा. हे भगवान, ये लो चेक, ये लो. അവിടെ കിടപ്പണ എന്റെ ചെക്ക് ഫോർ 50,000. വേണമെങ്കിൽ എടുത്ത് നക്കാൻ നിനക്ക്. എടാ പുല്ലേ, നീ നോക്കിക്കോ, മറ്റത്തിൽ രാജനായി പറയുന്നത്. ദേ ഇത് ഞാൻ പകരം ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. അവന്റെ മറ്റടുത്ത രാജനെംകോ, അവന്റെ പെർഫ്യൂംസ്, അവന്റെ സെൽഫോൺ, അവന്റെ അപ്പന്റെ ഗോൾഡ് സൂക്ക്, ഒരൊറ്റ ചവിട്ടിന് നിന്നെ ഇവിടെ അങ്ങ് തീർത്ത് കളഞ്ഞാലുണ്ടല്ലോ. ദേ നിന്റെ അച്ഛയുടെ കിടക്കപ്പായവരെ നീ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഈ കിഴട്ട് പന്നിയെ പോലും കിട്ടില്ല എനിക്കെതിരെ സാക്ഷി പറയാൻ. പറയടാ, പകരം ചോദിക്കണോ നിനക്ക്? വേണ്ട, നോ പ്ലീസ്. മറ്റത്തിലെ രായൻ. Thank you. Welcome. Hey, can I get to know you? Get lost. Hey, listen. Bye-bye. Hey, wait, please. Hi. Hey, what are you up to? സത്തം പോടാതെ. What? ഹാ, മിണ്ടാതെടി എന്ന് പറഞ്ഞപ്പോ Hey, who are you? ഒന്നുമില്ല. Nothing, Hey, girl. what do you think you're Hey. doing? You get out of my car. What the hell do you think you're doing? കിടന്ന് പെടക്കാതെ. Hey, take your hands off me. Hey, come on. Who are you? ഫ്ലൈറ്റില് എന്റെ തൊട്ടു മുമ്പിലെ 2ാമത്തെ റോയിലായിരുന്നു നീ. ഓർക്കുന്നുണ്ടോ? What? ഓ, എന്നിട്ട് അന്നേരം മുതൽ എന്റെ മൂക്കിൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക നിന്റെ ഉടുക്കത്തെ മുടിയുടെ മണം, വാസന. What language are you speaking, man? ആ, എടി കൊച്ചേ, 18 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി, 28 ഭാഷ അറിയാവുന്ന പ്രസിഡന്റ്, ഇവരൊക്കെ ഭരിച്ച ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ഒന്നാന്തരം പൗരനാ ഞാൻ. ഏത് ഭാഷ വേണം നിനക്ക്? ഫ്രഞ്ച്, അറബിക്, റഷ്യൻ, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ്, ചൈനീസ്. ലുക്ക്, ഐ എം കിരൺ, കിരൺ ചെറിയാൻ പോത്തൻ. Potan? ഹാ, പൊട്ടൻ അല്ലടി പുല്ലേ, പോത്തൻ. ഐ എം കിരൺ ചെറിയാൻ പോത്തൻ. I'm Jacqueline. Okay, come on, Jack. Give me your fire. Mr. Ravi, Yeah. please sign here. Khalid, bring him. Sir. Mr. Kiran. Uh, Yalla, come out. അയ്യോ.
हाँ? ലൈറ്റർ क्या ലൈറ്റർ ലൈറ്റർ नहीं नहीं ताल Sorry for the trouble, Mr. Ravi. Oh no, it's all right. And thanks a lot. This fellow Kiran is your friend? No, Your brother? no, Then? he's my... Well, എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും മടിയില്ലാത്തവൻ. He would gladly stake his life for me. He's my blood. അയ്യോ ഗുഡ് മോർണിംഗ് മേജർ. Thank you. ഓക്കെ. അല്ല മേജർ, അത് ഞാൻ കാരണം രവിച്ചായന് ഐ മീൻ വെറുതെ ബുദ്ധിമുട്ടായില്ലേ? ഏയ് ബുദ്ധിമുട്ടോ ആർക്ക്? I would call it a pleasure. അല്ല ഞാൻ നീ പറടാ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ച ഡിസ്കോയിൽ? എന്ത് സംഭവിക്കാൻ? അത് ചുമ്മാ വെറുതെ ജസ്റ്റ് ഒരു പറയാൻ. എന്തിനാ നീ അവനെ എടുത്തിട്ട് അടിച്ചത് ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ടിനെ? അങ്ങനെയൊന്നുമല്ല. ഇത് ആര് പറഞ്ഞു? പിന്നെ സത്യം പറയാലോ മേജർ, ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ജസ്റ്റ് മാച്ച്. പിന്നെ വെറുതെ ഒരു ത്രില്ലിനായിട്ട് ഡിസ്കോയിൽ ചെന്നപ്പോ അവളുടെ ബോയ് ഫ്രണ്ടിന് അവളോടൊത്ത് ഡാൻസ് ചെയ്യണം. അവൾക്കാണ് എന്നോടൊപ്പം ഡാൻസ് ചെയ്യണം. ഒടുക്കം ഇവര് തമ്മിൽ അടിയാവുന്ന ഒരു ഘട്ടം വന്നപ്പോ ഞാൻ എന്റെ ഇടയിൽ കയറി രമ്യതയിലാക്കാൻ ശ്രമിച്ചു. ഇതിന് ഈ പോലീസുകാരോരോന്ന് പറഞ്ഞിട്ട് എത്ര ഒടിവുണ്ടോ അവന്റെ ഭാര്യയിൽ ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ടിന്റെ? 3. അയ്യോ പിന്നെ മോന്തയ്ക്ക് 2 അടുത്തായിട്ട് 4, 3, 7 സ്റ്റിച്ചും. അയ്യോ അതെങ്ങനെ? അയ്യോ അതെങ്ങനെ? ബോധം ഉണ്ടായിരുന്നോ നിനക്ക്? എത്ര പെഗുണ്ടായിരുന്ന വയറ്റില്? 12. എന്നിട്ട് ബാക്കിയുള്ളവർ രാത്രി മുഴുവൻ ആശുപത്രിയിൽ ആ സാഹിബിന്റെ ഇടവും വല്ലവരുന്ന് കാല് പിടിച്ചിട്ട് കൊടുക്കും ഒരു 10,000 ദിർഹംസും പണ്ടാറാങ്ങിട്ടാ അവന്റെ എഴുതി വാങ്ങിച്ചത്. അവന് പരാതിയില്ലെന്ന്. ഇല്ലെങ്കിൽ കാണായിരുന്നു ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ ദുബായ് ജയിൽ. അകത്ത് കിടന്നെ നീ. അല്ല അത് വേണ്ട, ഇച്ചായ പൊക്കോ. അല്ല മേജർ പൊക്കോ, ഞാൻ വന്നോളാം. പുറകെ ആരെ പറയാ? പെണ്ണിന്റെ പറയാ. അയ്യേ ഞാൻ യൂസഫിന്റെ കൂടെ വന്നോളാം. ഇത് കണ്ടില്ലേ, തല വെട്ടി പൊളിച്ചിട്ട് പോയാ. ഭയങ്കര എന്ന് വെച്ചാ ഭയങ്കര ഹാങ്ങോറാ. ഓഹോ, യു നീഡ് ഡ്രിങ്ക്? Yeah. ഡബിൾ ലാർജ്. യാ യാ യാ. എടുത്തിടാൻ വണ്ടിയിൽ.